ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ്സിനെ കുറിച്ചാണ്. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഗ്രാഫിനെ വെച്ചിട്ടാണ് കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്കിവിടുത്തെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു കോർഡിനേറ്റ് എഴുതുന്ന സമയത്ത് രണ്ട് ഗ്രാഫുകൾ പെർപെൻഡിക്കുലറി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ കോർഡിനേറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ആക്സിസുകളാണ് മുറിച്ച് കിടക്കുന്നത്. ഈ ആക്സിസിനെ എക്സ് ആക്സിസ് എന്ന് പറയും, ഈ ആക്സിസിനെ വൈ ആക്സിസ് എന്നും പറയും. എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് രണ്ട് ആക്സിസുകൾ. അത് രണ്ടും കൂട്ടിമുട്ടുന്ന കോർഡിനേറ്റാണ് ഒറിജിൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് ഇട്ടു. ആ പോയിന്റിന്റെ സ്ഥാനം രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ പറയുമെന്ന് നോക്കാം. ഈ ഒരു സ്ഥാനം നിരീക്ഷിക്കുക. ഓക്കെ, ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് പോകണം, അവിടെ നിന്ന് 2 യൂണിറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ആക്സിസിലൂടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എഴുതാം, വൈ ആക്സിസിലൂടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കോർഡിനേറ്റ്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം വെച്ചാണ് പൊതുവെ കാണിക്കുന്നത്. 3 എണ്ണം വെച്ച് കാണിക്കും. അത് 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് വരുമ്പോഴാണ്. സാധാരണ 2 ആക്സിസ് വരച്ച് ചെയ്യാനേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ 3, 2 എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. ഇങ്ങനെ പോകുന്ന ദൂരം റോഡായിട്ട് എടുക്കാം. ഓക്കെ, ഈ ദൂരം റോഡ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഈ ഡിസ്റ്റൻസ് ഒരു മല കയറുന്ന പോലെയും എടുക്കാം. ഓക്കെ, മല കയറുന്നതായിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മല കയറുന്നു, ഇവിടെ നിന്ന് താഴേക്ക് മല ഇറങ്ങുന്നു, റോഡിന് മുന്നോട്ട് പോകുന്നു, റോഡിന് പുറകോട്ട് പോകുന്നു. അപ്പോൾ ആദ്യം എഴുതുന്നത് റോഡിലൂടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 2 പോയിന്റിൽ. പിന്നെ എഴുതുന്നത് മല കയറിയ ദൂരവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റോട്ടിൽ കൂടി എത്ര പോകണം? 2 യൂണിറ്റ് പോകണം. മല എത്ര കയറണം? 2 യൂണിറ്റ് കയറണം. 2, 2 ആണ് അതിൻ്റെ കോർഡിനേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 സ്ഥലങ്ങൾ കാണാം. 1, 2, 3, 4. ഈ 4 എണ്ണത്തിന് 4 ക്വാഡ്രന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്ലസ് പ്ലസ് ക്വാഡ്രന്റ്, ഇത് മൈനസ് മൈനസ് ക്വാഡ്രന്റ്, ഇത് മൈനസ് പ്ലസ് ക്വാഡ്രന്റ്, ഇത് പ്ലസ് മൈനസ് ക്വാഡ്രന്റ്. അതായത് ഈ ക്വാഡ്രൻസിൽ സൈൻ തന്നെയായിരിക്കും അവിടെ ആദ്യം വരുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഈ ക്വാഡ്രന്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് നോക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസിൻ്റെ കോർഡിനേറ്റ് എത്ര ദൂരം റോട്ടിൽ കൂടെ പോയി? -3 യൂണിറ്റ് റോട്ടിൽ കൂടെ പോയി. എത്ര മല കയറി? 1 യൂണിറ്റ് മല കയറി. അപ്പോൾ -3,1 ആണ് അതിൻ്റെ കോർഡിനേറ്റ്. ഓക്കെ, ഇവിടത്തെ കോർഡിനേറ്റ് ഒന്ന് നോക്കാം. എത്ര ദൂരം റോഡ് കയറി? -4 ദൂരം റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്തു. എത്ര ഹൈറ്റ് മല കയറി? 4 യൂണിറ്റ്. -4,4 ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്. താഴേക്ക് വരുവാണ്. ഈ കോർഡിനേറ്റ് റോട്ടിൽ കൂടി പോയ ദൂരം -3. ഒറിജിനിൽ നിന്നാണ് എല്ലാ ദൂരവും പോകേണ്ടത്. ഓക്കെ, ബാക്കി ഇവിടെ നിന്നിട്ടൊന്നും പോകാൻ പാടില്ല. ഒറിജിനിൽ നിന്ന് -3 ദൂരം റോട്ടിൽ ട്രാവൽ ചെയ്തു. -3 ഇറക്കം ഇറങ്ങി. ഓക്കെ, അവിടെ മല കയറ്റമല്ലോ, മല ഇറക്കമാണ്. അപ്പോൾ അങ്ങനെയായി. ലാസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകാം. ഇവിടെ ഓക്കെ, ഫസ്റ്റ് റോട്ടിൽ കൂടെ പോവുക, 2 മല ഇറങ്ങുക, -2, 2, -2 ആണ് അതിൻ്റെ ക്വാഡ്രന്റ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രൻസിൻ്റെ ഉള്ളിലാണ് പോയിന്റ് മാർക്ക് ചെയ്തത്. ഇനി ആക്സിസിൽ പോയിന്റ് വരുമ്പോഴേക്കും എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് പറയാം. ഓക്കെ, എത്ര ദൂരം റോഡ് പോയി? 2 യൂണിറ്റ്. മല കയറിയോ? ഇല്ല, 0, 2,0 ആണ് അതിൻ്റെ കോർഡിനേറ്റ്. ഒറിജിൻ്റെ കോർഡിനേറ്റ് 0,0 ആണ്. മല കയറുന്നുമില്ല, മല കയറുന്നുമില്ല, റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുമില്ല, 0, 0. ഇവിടെയാണെങ്കിൽ -1 റോഡ്, മല കയറിയില്ല. ഇതാണെങ്കിലും റോഡിൽ കൂടെ ട്രാവൽ ചെയ്തില്ല, 3 യൂണിറ്റ് മല കയറി. ഓക്കെ, ഇവിടെയാണെങ്കിലും റോഡിൽ കൂടെ ട്രാവൽ ചെയ്തില്ല, 3 യൂണിറ്റ് മല ഇറങ്ങി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് നമ്മൾക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വളരെ രസകരമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കോർഡിനേറ്റ്സിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എക്സ് ആക്സിസ് എടുത്താലും അവിടേക്ക് y0 ആയിരിക്കും, y ആക്സിസ് എടുത്താലും
അവിടേക്ക് എക്സ് 0 ആയിരിക്കും. ഓക്കെ, പിന്നത്തെ കാര്യം എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. അവിടുത്തെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ആദ്യത്തത് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തത് വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്ത ദൂരം, വൈ കോർഡിനേറ്റ് മല കയറിയ ദൂരം. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ വരയ്ക്കുന്ന ലൈനിലെ എല്ലാ വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കും. വൈ ആക്സിസിന് പാരലൽ വരയ്ക്കുന്ന എല്ലാ ലൈനിലെയും എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസിന് പാരലൽ ഉള്ളതിൽ വൈ സെയിം ആയിരിക്കും, വൈ ആക്സിസിന് പാരലൽ ഉള്ളതിൽ എക്സ് സെയിം ആയിരിക്കും. അതൊക്കെ ഒരു ജനറൽ കൺസെപ്റ്റാണ്. ഇനിയാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് വരുന്നത്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സ് തരും, എന്നിട്ട് നമ്മൾ ബാക്കി കോർഡിനേറ്റ്സ് ഫില്ല് ചെയ്യാൻ. വളരെ എളുപ്പമാണ്. നമുക്കൊരു ഇത് നോക്കാം. 2 1 7 8. ഓക്കെ, ഇവിടെ ചെയ്യേണ്ട കാര്യം എക്സിനെ മുകളിലേക്കും താഴേക്കും കൊടുക്കാം, വൈയിന് ഇടത്തോട്ടോ വലത്തോട്ടോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റ് എടുത്തു. ഇവിടെ എക്സിന് എന്ത് ചെയ്യാം, മുകളിലോട്ടോ താഴോട്ടോ കൊടുക്കാം. ഇതിന് താഴോട്ട് കൊടുക്കാനില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് കൊടുത്തു. ഇവിടുത്തെ എക്സിന് താഴേക്ക് കൊടുക്കാം, മുകളിലേക്ക് കൊടുക്കാനില്ല. പിന്നെ വൈയിനെ വരുമ്പോൾ ഇവിടുത്തെ വൈയിനെ നമുക്ക് ഇടത്തോട്ട് കൊടുക്കാം. ഓക്കെ, വലത്തോട്ട് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റായി. ഇവിടുത്തെ വൈനെ എനിക്ക് ഇടത്തോട്ടും കൊടുക്കാം. അപ്പോൾ 4 കോർഡിനേറ്റ്സ് ആയി. ഓക്കെ, ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടീസസിലെ കോർഡിനേറ്റ്സ് തന്നാൽ ബാക്കി കോർഡിനേറ്റ്സ് എഴുതുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.